നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കപ്പലിനകത്ത് തന്നെ കള്ളനുണ്ടാകുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കണ്ടില്ലേ, കാശുമോഷണക്കാരി ദേ നിന്റെ കൺമുന്നിൽ തന്നെ നിൽക്കുന്നു. അമ്മേ, ഞാൻ ആരുടെ കാശൊന്നും മോഷ്ടിച്ചിട്ടില്ല. പിന്നെ ഇതെന്താ, കീറക്കടലാസോ? ദൈവം കൊണ്ടുവന്ന് എത്തിച്ചതാ നിന്നെ എന്റെ കൺമുമ്പിൽ. ദൈവം നീതിമാന്മാർക്കൊപ്പമേ നിൽക്കൂ എന്നതിന് ഒരു തെളിവ് കൂടി അടിയത്. നിന്റെ മട്ടും ഭാവവും പരിങ്ങലും ഒക്കെ കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. 2 ലക്ഷ്യങ്ങൾ നിറവേറ്റാനായിരുന്നു നീ ഈ മോഷണം നടത്തിയത്. ഒന്നാമത്, ജഗദീഷിനോട് പറയാൻ പറ്റാത്ത നിന്റെ എന്തോ ഒരു കാര്യം നിറവേറ്റണം. 2, ഈ നിൽക്കുന്ന എന്റെ മകൾ നന്ദിനിയെ നിനക്ക് കള്ളിയാക്കണം. അവളെ എങ്ങനെയും നാണം കെടുത്തി ഈ ചെമ്പകമംഗലത്ത് എന്ന് പറഞ്ഞയക്കണം. പറയടി, അതല്ലായിരുന്നോ നിന്റെ ലക്ഷ്യം? അയ്യോ അമ്മ, അങ്ങനെയൊന്നും പറയരുത്. മിണ്ടരുത് നീ. എന്നെ അമ്മയെന്ന് വിളിക്കുകയായിരുന്നു. ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ നിന്നെ പോലെ ചീപ്പല്ലടി. അഭിമാനികളായി പലരുമുള്ള ഈ തറവാട്ടിൽ നീ ഒരു അപമാനോ? അമ്മ, ഇനി മതി. നീ ഒരു അക്ഷരം മിണ്ടരുത്. കൊലപാതക കുറ്റം ഞാൻ ക്ഷമിക്കും, അതിനൊരു റീസൺ ഉണ്ടാവും. പക്ഷേ മോഷണം, അതെനിക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റില്ല. അമ്മേ, പതിവില്ലാതെ നിന്റെ ഒരു പുറത്തുപോകൽ കണ്ടപ്പോഴേ എനിക്ക് പന്തികേട് തോന്നിയതാ. പണം കാണാനില്ലെന്ന് അറിഞ്ഞതോടെ എനിക്ക് ഉറപ്പായി ആ പണം നീ തന്നെയാ എടുത്തതെന്ന്. അതുകൊണ്ട് തന്നെയാടി ഈ നോട്ടുകൾ കള്ളനോട്ടുകളാണെന്ന് ഞാൻ കള്ളം പറഞ്ഞത്. ഞാനൊരു കള്ളം പറഞ്ഞപ്പോ ഒരു കള്ളിയുടെ മുഖം മൂടി തെറിച്ചു. അമ്മേ, എന്റെ മകൻ ജഗദീഷ് സത്യസന്ധനും മാന്യനുമാണ്. അവനോട് പറഞ്ഞാലേ നിന്റെ എന്താവശ്യവും അവൻ നിറവേറ്റി തരുമായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ എന്റെ മോനെ നാണം കെടുത്താൻ വേണ്ടി നീ എന്തിനാ ഈ പണം മോഷ്ടിച്ചത്? ആർക്കു വേണ്ടി? എനിക്കറിയണം. നീ പറഞ്ഞേ പറ്റൂ. ആർക്കു വേണ്ടിയാ നീ ഈ പണം മോഷ്ടിച്ചത്? ഞാൻ ആർക്കു വേണ്ടിയും പണം മോഷ്ടിച്ചിട്ടില്ല. അഭിമാനിയായ എന്റെ മകന്റെ തലയിൽ വന്നു കയറിയ മഹാ അപമാനമാണ് നീ എന്ന ഭാര്യ. അതുകൊണ്ട് ഈ നിമിഷം ഇവിടുന്ന് നീ പടിയിറങ്ങണം. അമ്മേ, എന്റെ മകൻ ജഗദീഷ് മാതാപിതാക്കളുടെ വാക്കുകൾ കൂടി കേട്ട് ജീവിക്കുന്നവനാ. നീ മോഷ്ടിച്ചോന്ന് അവൻ അറിഞ്ഞ നിന്നെ അവൻ കൊന്നുകളയും. അതുകൊണ്ടൊരു ദുർമരണ ഏറ്റുവാങ്ങാതെ അവൻ വരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയ്ക്കോ. നിന്റെ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തോണം. നിന്നെ ഒരു നിമിഷം ഇവിടെ കണ്ടുപോരുത്. നന്ദിനി, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.